ഈ അടുത്താണ് 18 വയസ്സുള്ള ഷൈമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തൻ്റെ ജീവനൊടുക്കിയ വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. കാരണം ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ആ ഒരു പെൺകുട്ടിയെ വേറെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നതായിരുന്നു ആ പെൺകുട്ടി തൂങ്ങി മരിക്കാനുള്ള കാരണം. ഇന്നിതാ മാധ്യമങ്ങളിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞത്, ആ പെൺകുട്ടി സ്നേഹിച്ചിരുന്ന, ആ പെൺകുട്ടിയുടെ മരണവിയോഗമറിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്ന സജീർ എന്ന യുവാവ്, ആ യുവാവും ഷൈമയെപ്പോലെ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് കേൾക്കാനായിട്ട് കഴിയുന്നത്. യാ അല്ലാഹ്, എത്ര വേദനാജനകമായ വാർത്തയാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്ര വട്ടമെന്നറിയോ ഷൈമ എന്ന് പറയുന്ന ആ പെൺകുട്ടി തൂങ്ങി മരിച്ച ആ വാർത്ത അറിഞ്ഞിട്ട് സജീർ എന്ന ഈ യുവാവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയും അത് വീട്ടുകാരറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഒരു സഹോദരൻ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ബാത്റൂമിലുള്ള ഒരു ലായനി എടുത്ത് കഴിക്കുകയും വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് മഞ്ചേരിയിലെ ആ മെഡിക്കൽ കോളേജിലേക്ക് ഈ ഒരു സഹോദരനെ മാറ്റുന്നത്. അവിടെ നിന്ന് സജീറിനെ പിന്നീട് കാണാതാവുകയും എടവണ്ണ എന്ന സ്ഥലത്ത് ഈ ഒരു സഹോദരൻ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വരുന്നത്. യാ അല്ലാ, എത്ര വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നഷ്ടം വന്നത് ഈ രണ്ട് വ്യക്തികളുടെ കുടുംബക്കാർക്ക് മാത്രമാണ്. അതുപോലെ ഈ രണ്ട് വ്യക്തികൾക്കും ഇവന് അവളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം കഠിനമായിരിക്കും എന്ന് നമുക്ക് ഇവരുടെ ഈ രണ്ട് പ്രവൃത്തികളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യ കൊണ്ട് എന്താണ് ഈ രണ്ട് വ്യക്തികൾ നേടിയെടുത്തത് എന്നാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇവരെ ജീവിക്കാൻ കാണിച്ചിരുന്നു എങ്കിൽ ഇന്ന് വളരെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ഈ ലോകത്ത് ആ രണ്ട് വ്യക്തികൾക്കും ജീവിക്കാൻ കഴിയുമായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ രണ്ട് വ്യക്തികൾ അവർക്ക് ഒന്നാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും എടുത്ത തീരുമാനം മരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ മരണപ്പെട്ടു. ഇന്നിതാ രണ്ടുപേരും ചിലപ്പോൾ 6 അടി മണ്ണിൻ്റെ അടിയിലായിരിക്കും. പക്ഷേ അവരെന്ത് നേടി എന്നതൊരു ചോദ്യചിഹ്നമാണ്. ഷൈമ എന്ന ആ പെൺകുട്ടി മരിക്കാനുള്ള കാരണം, ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ പെൺകുട്ടിയുടെ കല്യാണം ആ കുട്ടിയുടെ കുടുംബക്കാർ നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ സമ്മതമില്ലാതെ അവരുടെ കല്യാണം നടത്തുക എന്ന് പറയുന്നത് അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കല്യാണം കഴിപ്പിക്കലോടുകൂടി ആ ബാധ്യത കുടുംബക്കാരിൽ നിന്ന് അകന്നെങ്കിൽ ആ പെൺകുട്ടിക്കോ ആ വരനോ വധുവിനോ ആ കല്യാണത്തിൽ ഒരു തരി പോലും ഇഷ്ടമില്ല എങ്കിൽ പിന്നീട് ഒരായുഷ്കാലം മുഴുവനും അവരുടെ ജീവിതം നരക തുല്യമാക്കിയതിൻ്റെ കാരണം ഈ ഒരു കുടുംബക്കാരാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ. ഇവിടെ ഒരു ചോദ്യം അപ്പോൾ നിങ്ങളുടെ ഒക്കെ മുമ്പിലുണ്ടാകും, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം. ഇതുപോലെയുള്ള അഫെയറുകളിൽ പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അവരൊക്കെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കെട്ടിച്ചു കൊടുക്കാതെ ഇരുന്നാൽ ഇത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾ, ഒരിക്കലും കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഹിക്മത്ത് പ്രയോഗിക്കണം. ഇവിടെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മനഃശാസ്ത്രപരമായിട്ട് ആ രണ്ട് ബന്ധങ്ങൾ വേർപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ടാകും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉളവായിട്ടുണ്ടാകുക. എന്നാൽ ഇതുപോലെ ഒരിക്കലും പിരിയാൻ കഴിയില്ല, അവനില്ലാതെ ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികൾ ഇന്ന് പരസ്പരം വേർപിരിഞ്ഞിട്ട് വേറെ ദാമ്പത്യ ജീവിതം തിരഞ്ഞെടുത്ത എത്രയോ ആളുകൾ, അതിൽ 2ഉം 3ഉം മക്കളായിട്ട് നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരുപാട് ദമ്പതികൾ ഇന്നും നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്.
അങ്ങനെ ഇവരെയൊക്കെ കൗൺസിലിംഗ് ചെയ്യാൻ കഴിയുന്ന എത്രയോ ദാഴിമാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവസാനം ആദ്യമുള്ള പ്രണയബന്ധത്തെ വകവെക്കാതെ പിന്നീട് അവിടെ അവർക്ക് വേറെ ഒരു കല്യാണം ഈ പെൺകുട്ടിയുടെയോ ചെക്കൻ്റെയോ സമ്മതം കൂടാതെ നടത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ തിക്തഫലം ഇങ്ങനെ വന്ന് ഉൾക്കൊള്ളേണ്ടി വരുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. SKSSFൻ്റെ ഒരുപാട് ദാഴിമാരുണ്ട്. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നത് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അങ്ങനെയൊക്കെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതല്ല നിങ്ങൾ അവർക്ക് നേരെ തിരിഞ്ഞിട്ട് പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ കുടുംബക്കാർ ചെയ്തതുപോലെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ തിക്തഫലം ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാവുന്നതിൻ്റെയും അപ്പുറമാകും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ഇതുപോലെയുള്ള പ്രണയങ്ങളില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? നമ്മുടെയൊക്കെ മക്കളുടെ കലാലയ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതുപോലെയുള്ള ഒരുപാട് അഫെയറുകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത് കാണാൻ കഴിഞ്ഞ ഒരു വാർത്തയുണ്ട്. വളരെയേറെ നടുക്കമാണ് ആ ഒരു വാർത്ത സൃഷ്ടിച്ചത്. 15 വയസ്സിൻ്റെ അടിയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടി, അതും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന ഒരു വാർത്ത. അതും ആ പെൺകുട്ടിയുടെ സഹപാഠിയിൽ നിന്ന് ആ പെൺകുട്ടി ഗർഭം ധരിച്ചതാണ്. എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കലാലയ ജീവിതങ്ങളിലുള്ള നമ്മുടെ മക്കളുടെ പ്രണയമെന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് വളം വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങളും അതിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പരസ്പരം ശരീരം പോലും കൈമാറുന്ന അവസ്ഥകളാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമായ ഒരവസ്ഥയാണ് ഇതെന്ന് ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയാണ് ഇന്നാൾ ബാത്റൂമിൽ വെച്ച് പ്രസവിച്ചത്. അതുവരെ ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടായിരുന്നു എന്നത് പോലും ആ വീട്ടിൽ ആ കുട്ടിയുടെ കൂടെ താമസിക്കുന്ന മാതാപിതാക്കൾക്കറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് നമ്മുടെ മക്കളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾ പറയും പ്രണയമല്ലേ, അത് ആ കുട്ടികളുടെ ആ വയസ്സിൻ്റെ ആ ഒരു തമാശയാണ് അതൊക്കെയെന്ന്. പക്ഷേ ഇതിൽ വളരെയേറെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അടങ്ങുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ ആ മക്കളോട് അതിനെക്കുറിച്ച് സമ്മതം ചോദിക്കണം നമ്മൾ. ആ മക്കളുടെ സമ്മതത്തോടെ മാത്രമായിരിക്കണം ഒരു ജീവിതത്തിലേക്ക് നമ്മൾ അവരെ കടത്തിവിടേണ്ടത്. അങ്ങനല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായുഷ്കാലം മുഴുവൻ അവർ വല്ലാത്ത വേദനയിൽ അവർ നീറി കഴിയും എന്നതൊരു വസ്തുതയാണ്. അതുപോലെ അവർക്ക് അവരുടെ മാതാപിതാക്കളോട് അവരുടെ കുടുംബക്കാരോട് ഒക്കെ വളരെയേറെ വലിയ വെറുപ്പ് അവരുടെ ഉള്ളിലുണ്ടാകും. കാരണം തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എന്ത് വലിയ പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും ഒരിക്കലും തന്നെ ആത്മഹത്യ അതിനുള്ള ഒരു കാരണമായിട്ട് തിരഞ്ഞെടുക്കരുത്. ആത്മഹത്യ കൊണ്ട് നഷ്ടം വരുന്നത് നിങ്ങൾ അത്രയും കാലം പോറ്റി വളർത്തി വലുതാക്കിയ
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് എന്നൊന്ന് മനസ്സിലാക്കണേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഉണർത്തുകയാണ്. കാരണം ഈ ഒരു വാർത്ത കേട്ടിട്ട് അത്രമേൽ പ്രയാസമാണ് ഹൃദയത്തിലുണ്ടായത്. കാരണം സജീർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആ കുട്ടിയോടുള്ള ഒരുപാട് സ്നേഹവും ആഗ്രഹങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതിനൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ആ ഒരു യുവാവ് ആത്മഹത്യ തിരഞ്ഞെടുത്തത്. അള്ളാഹു നമ്മുടെ ഒക്കെ മക്കൾക്ക് നല്ല ബുദ്ധി അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.